തിരുവനന്തപുരം സെൻട്രൽ നിയോജകമണ്ഡലത്തിലെ MLA ആണ് അഡ്വക്കേറ്റ് ആന്റണി രാജു. അദ്ദേഹം കൃത്യമായും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് പോകാൻ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം CMBക്ക്, അതായത് UDFയിലെ CMBക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ആലോചന തുടങ്ങിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. CP ജോൺ ആയിരിക്കും തിരുവനന്തപുരത്ത് ഒരുപക്ഷെ മത്സരിക്കുക UDFന് വേണ്ടി എന്ന് ഏറെക്കുറെ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യമാണ്. കോൺഗ്രസിൻ്റെ VS ശിവകുമാർ കഴിഞ്ഞ തവണ 7000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെട്ട മണ്ഡലത്തിൽ കോൺഗ്രസ് ഇത്തവണ മത്സരിക്കാതെ സഖ്യകക്ഷിക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ആലോചനയിലാണ്. അതേസമയം ജോസഫ് ഗ്രൂപ്പിലേക്ക് ആന്റണി രാജു പോവുകയാണെങ്കിൽ CMBക്ക് കൊടുക്കുന്ന കാര്യത്തിൽ വീണ്ടും പുനരാലോചന വരും. കാരണം ആന്റണി രാജുവിന് ജോസഫ് ഗ്രൂപ്പിലേക്ക് പോയാൽ തീർച്ചയായും PJ ജോസഫ് ആ സീറ്റ് വാങ്ങിയെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജോസഫ് ഗ്രൂപ്പ് നിലവിൽ പ്രബല ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ അവരെ പരിഗണിക്കേണ്ടത് ആവശ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ CMBക്കാണെങ്കിൽ ഒരു MLA പോലും ഇല്ല എന്നുള്ള രാഷ്ട്രീയ സാഹചര്യം കൂടി വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനി PJ ജോസഫിന് കൂടുതൽ UDFിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന രാഷ്ട്രീയ രീതികൾ ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് എന്നതിൽ ബ്രാക്കറ്റില്ല പാർട്ടിയായി ജോസഫ് ഗ്രൂപ്പ് വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മോൻസ് ജോസഫ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷവുമായി സഹകരിച്ചതിൻ്റെ പേരിൽ അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. കോൺഗ്രസ്സുകാർ 7 അയലത്ത് അടുപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജോസ് കെ മാണിക്ക് ഇനി BJPയുമായി കൂട്ടുകൂടാൻ ഒരു ആലോചനയുണ്ട്. കാരണം കേന്ദ്രത്തിൽ അധികാരത്തിൻ്റെ ഭാഗം അത് പങ്കുപറ്റാൻ വേണ്ടി ജോസ് കെ മാണി ഏതറ്റം വരെയും പോകും, ഏതു നാറിയ കളിയും കളിക്കും എന്ന് ഏറെക്കുറെ വ്യക്തമാകുന്നൊരു സാഹചര്യം കൂടിയാണ്. എന്നാൽ ജോസ് കെ മാണിയോടൊപ്പം പാർട്ടിക്കകത്തെ പ്രമുഖരായ ആരും നിലനിൽക്കില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ജോസ് കെ മാണിയാണെങ്കിൽ ഇടതുപക്ഷം വിടാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇടതുപക്ഷത്ത് നിന്നിട്ട് കാര്യമില്ല. പ്രത്യേകിച്ചും സെബാസ്റ്റ്യൻ കുളത്തുങ്കലും ജോബ് മൈക്കിളുമൊക്കെ ഇടതുപക്ഷവുമായി ഇനി സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, പൂഞ്ഞാറ്റിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെ സ്ഥാനാർത്ഥിയാക്കാൻ താല്പര്യം ആദ്യമൊന്നും ജോസ് കെ മാണിക്കൊട്ടും ഇല്ലായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ജോബ് മൈക്കിൾ പ്രശ്നത്തിലും നിരവധിയായ വിഷയങ്ങൾ ഉടലെടുത്തിരുന്നു. ഇതൊക്കെ അവരെ വല്ലാതെ വിഷമിപ്പിച്ച കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനി എടുക്കുന്ന തീരുമാനങ്ങളിൽ ജോസ് കെ മാണിയോടൊപ്പം നിൽക്കാൻ താല്പര്യമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ അവരുടേതായ സ്വതസിദ്ധമായ ശൈലിയിൽ പ്രവർത്തനം നടത്തി വരുന്നത്. ഒരുപക്ഷെ അത് UDFന് ഏറെ ഗുണം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ജോസഫ് ഗ്രൂപ്പിന് കരുത്ത് പകരുന്ന ഒരു വാർത്തയാണ് ആന്റണി രാജുവിൻ്റെ UDFിലേക്കുള്ള മുന്നണി പ്രവേശനം. അതും ജോസഫ് ഗ്രൂപ്പ് വഴിയുള്ള മുന്നണി പ്രവേശനമെന്ന് ഏറെക്കുറെ വ്യക്തമായി.